സർ, നമ്മൾ ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ അന്വേഷണത്തിന് SFIO വരുന്നു, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു കേരള രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ബോംബ് രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്ന കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് സാർ വിലയിരുത്തുമ്പോൾ? അന്നത്തെ സാഹചര്യത്തെക്കാൾ കുറച്ചുകൂടി വഷളായി എന്ന് വേണമെങ്കിൽ പറയാം വിവാദങ്ങളുടെ കാര്യത്തിൽ. അത് പ്രത്യേകിച്ച് ബോംബ് രാഷ്ട്രീയം, കരുവന്നൂരിലെ പ്രശ്നം, മറ്റ് അഴിമതി ആരോപണങ്ങൾ, പിന്നെ പൂക്കോട് സംഭവം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാധാരണയായി ഭരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും സംസ്കാരവും പണ്ട് മുതലേ തന്നെ ഉണ്ട്. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ നാഷണൽ ലെവലിൽ വരേണ്ട ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിചാരവും നമ്മുടെ നാട്ടുകാർക്കുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും വാസ്തവത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും ഒക്കെ വല്ലാതെ നെഗറ്റീവായിട്ട് പ്രതിഫലിക്കുന്നില്ലേ എന്നാണ് തോന്നുന്നത്. അത് UDFന്റെ ഒരു പക്ഷേ മിടുക്കുകൊണ്ടായിരിക്കണം എന്നില്ല. പക്ഷെ അതിനേക്കാളേറെ ഇവിടുത്തെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, വിലക്കയറ്റം നമ്മൾ നന്നായിട്ടുണ്ട്, പിന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിലുണ്ട്. പിന്നെ ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സൗഹൃദ മത്സരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അതിനെ പരിഗണിച്ചാൽ ഇടതുമുന്നണിയിലെ കുറേ വോട്ടുകൾ തന്നെ കോൺഗ്രസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഈ കരുവന്നൂരിലെ അഴിമതി ആരോപണം, ED അന്വേഷണം, ഇപ്പോൾ ബോംബ് രാഷ്ട്രീയം, അതൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുള്ളതാണ്. വാസ്തവത്തിൽ അക്രമ രാഷ്ട്രീയം കേരളത്തിൽ നമ്മൾ നിയന്ത്രിക്കുക തന്നെ വേണം. കുറക്കാലമായിട്ടത് വലുതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് RSS മാർക്സിസ്റ്റ് ക്ലാഷസ് ഒക്കെ കഴിഞ്ഞ 8 വർഷമായിട്ട് വളരെ വളരെ കുറവാണ്. പക്ഷെ അങ്ങിങ്ങായിട്ട് അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അക്രമത്തിനോടൊപ്പം ക്യാമ്പസ് വയലൻസ്, റാഗിങ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് അക്രമത്തിന് സ്പേസ് കൂടി വരുന്നുണ്ടോ, അക്കാര്യത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെയാണോ എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ബോംബ് രാഷ്ട്രീയം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം പണ്ട് തൊട്ടേ കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തമാശയായിട്ട് ആൾക്കാർ പറയും കുടി വ്യവസായമാണ്, വ്യവസായമില്ലെങ്കിലും. പക്ഷെ അത് ഇപ്പോഴും ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ഇത് ചേരിപ്പോരാണ്, ഇല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗ്യാങ് വാറാണ് എന്നൊക്കെ പറയാമെങ്കിലും അത് അന്തിമമായിട്ട് തിരിച്ചടിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. കാരണം ഇത് കണ്ണൂരിലത് സാഹചര്യം, ആ സാഹചര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരിൽ എന്തായാലും RSSകാരെയോ BJPക്കാരെയോ കോൺഗ്രസ്സുകാരെയോ ഒന്നും ഇതിൽ പിടിച്ചിട്ടില്ല. അതിനകത്ത് അറസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളവരാണ്. അവർ തമ്മിലുള്ള ചേരിപ്പോരായിരിക്കാം കാരണം, അല്ലാതെ ഒരുപക്ഷെ CPM മറ്റേതെങ്കിലും പാർട്ടികൾക്കെതിരെ നിയോഗിച്ചതാവണമെന്നില്ല. പക്ഷേ അവരെ ചേരിപ്പോരെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് സംഭവിക്കുമ്പോൾ അത് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിന് അത് രാഷ്ട്രീയമായുമാക്കാം. വടകരയിൽ തന്നെ ആ സംഭവം ഉണ്ടായതുകൊണ്ട് അത് ഷാഫി പറമ്പിലെ ലക്ഷ്യം വെച്ചാണോ, അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് CPMന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നതിൽ ഒരു സംശയമില്ലല്ലോ. അത് UDFന് മുതൽക്കൂട്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. UDFന് മുതൽക്കൂട്ടാകാൻ വഴിയുണ്ട്. ഷാഫിക്ക് അത് അനുകൂലമായിട്ട് വരും. കാരണം വടകരയിലെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, അവിടുത്തെ മണ്ഡലങ്ങളിൽ അക്രമ രാഷ്ട്രീയത്തിനൊരു പ്രസക്തി ഉണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. അത് TP ചന്ദ്രശേഖരൻ്റെ വാദത്തിന് മുമ്പും അതിന് ശേഷവും അതിൻ്റെ ഓർമ്മകളും ആവേശമൊന്നും ഇപ്പോഴും RMB വിഭാഗത്തിന് കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷാഫി പറമ്പിൽ അവിടെ രംഗത്ത് വരികയും തുടർന്ന് KK ശൈലജയെ നിർത്തുമ്പോൾ, സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പുതിയൊരു താല്പര്യം, രാഷ്ട്രീയ താല്പര്യം, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് കടക്കുന്നു എന്നുള്ളതാണ്. വടകര ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് മത്സരമായിട്ട് അവർ തന്നെ അങ്ങ് ഏറ്റെടുത്തു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ലോക്സഭയിലെ പാറ്റേൺ വരുമ്പോൾ ആൾക്കാർ മാറി വോട്ട് ചെയ്യുന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ഇത്തവണയും ആ സാഹചര്യം തന്നെയാണ് വരുന്നത്. ഇടതുപക്ഷ മണ്ഡലങ്ങളാണെന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെയും കോഴിക്കോട്ടിലെ ചില മണ്ഡലങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഷാഫി പറമ്പലിൻ്റെ ജനകീയത, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഇതിനൊക്കെ പുറമെ ബോംബ് രാഷ്ട്രീയം കൂടി വന്നപ്പോൾ അത് അക്രമാസക്തമായ രാഷ്ട്രീയത്തിന് പശ്ചാത്തലമൊരുക്കാൻ ഇടതുപക്ഷം കാരണമാക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് വഴിയൊരുക്കുകയാണ്. ആ നിലയ്ക്ക് അത് UDFന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. ഈ ചർച്ച തന്നെ
UDF ഗുണം ചെയ്യും. ഇപ്പോൾ ബോംബ് രാഷ്ട്രീയം മാധ്യമരംഗത്ത് ഒരുപാട് ചർച്ചകൾ വരുന്നു, ആക്ഷേപങ്ങൾ വരുന്നു. അതെല്ലാം കൊണ്ടെത്തുന്ന ഒരു സ്ഥലത്താണ്. അതിന് ഉത്തരം പറയാൻ ഇടതുപക്ഷത്തിന് ബാധ്യതയുണ്ട്. പിന്നെ സാധാരണ മരണത്തിന് അന്വേഷിച്ച് ബന്ധുക്കൾ അന്വേഷിച്ച് പോകുന്നു, ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് LDF ദോഷം ചെയ്യും. അതിന്റെ ഗുണം UDF കിട്ടുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ബോംബ് രാഷ്ട്രീയം വരുന്നതിന് മുൻപാണെങ്കിലും കുറേ തെരഞ്ഞെടുപ്പ് സർവേകൾ വന്നിട്ടുണ്ടായിരുന്നു, പല പ്രമുഖമായ കേരളത്തിലെ ചാനലുകൾ. ഇതിലെല്ലാം ഇടതുപക്ഷത്തിന് ചില മണ്ഡലങ്ങളിൽ വ്യക്തമായ ആധിപത്യം കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ മണ്ഡലം, ആലപ്പുഴയിൽ സ്വാധീനമുണ്ടാകും, ഒരുപക്ഷെ അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പത്തനംതിട്ടയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, തോമസ് ഐസക് വിജയിക്കാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ മാറി ചിന്തിക്കും, ആലപ്പുഴയിൽ വിജയ സാധ്യതയുണ്ട്, ആലത്തൂരിൽ വിജയ സാധ്യതയുണ്ട്, പാലക്കാട് ഒരുപക്ഷെ വിജയിച്ചേക്കാം. ഇങ്ങനെയൊക്കെ ഫലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രയും ഭരണ വിരുദ്ധ തരംഗമുണ്ടായിട്ടും എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ മാറി ചിന്തിക്കുന്നു? അത് അഭിപ്രായ സർവേകൾ എന്ന് പറയുമ്പോൾ ആളുകളെ കണ്ട് എടുക്കുന്ന സർവേ തന്നെയാണ്, അതിന് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ സാർ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ LDF അനുകൂലമായി ഒരു 2-3 സീറ്റിന് അപ്പുറത്തേക്ക് കിട്ടാൻ ചാൻസ് കാണുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു ഘടകം UDF നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ചൊരു ഹോംവർക്ക് ഒന്നും ചെയ്യാതെ, ആലപ്പുഴയിലൊരു മാറ്റം ഉണ്ടായി, വടകരയും തൃശ്ശൂറും വച്ചുമാറി എന്നുള്ളതല്ലാതെ ബാക്കി പുതുതായിട്ട് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നിർത്തിയ സ്ഥാനാർത്ഥികൾ അവരുടെ പെർഫോമൻസ് കാർഡിൽ അവർ എത്രത്തോളം വിജയിച്ചു എന്നുള്ള ആക്ഷേപമുണ്ട്. പക്ഷെ പുതുമുഖങ്ങളെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണം, ഇല്ലെങ്കിൽ UDF കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ആലത്തൂർ മണ്ഡലത്തിനകത്ത് രമ്യ ഹരിദാസിനെ കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷെ പൊതുവിൽ അവിടുത്തെ നാട്ടുകാർ പറയുന്ന അവിടുത്തെ പ്രത്യേകിച്ച് MP പെർഫോമൻസ് വളരെ മോശമായിരുന്നു, മണ്ഡലത്തിനെ വേണ്ട രീതിയിൽ നഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു ഒഴുക്കിൽ ആ തരംഗത്തിൽ കിട്ടിയ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. മറുവശം ഇടതുപക്ഷത്തിൻ്റെ രാധാകൃഷ്ണൻ മിനിസ്റ്ററാണെന്നുള്ളത് മാത്രമല്ല വളരെ നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ആ നിലയ്ക്ക്, അതേപോലെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, അവിടെ അരുൺകുമാർ ചെറുപ്പക്കാരനാണ്, പുതുമുഖമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ CPIക്ക് കുറച്ചൊക്കെ വേരോട്ടമുള്ള സ്ഥലമാണ് മാവേലിക്കര. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് 9ാമത്തെ പ്രാവശ്യം നടത്തുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഈ ആവർത്തന വിരസത വരും. അത് ജനങ്ങൾക്കൊരു പരിധി കഴിയുമ്പോൾ മടുപ്പുണ്ടാകും. പ്രത്യേകിച്ച് ആ മണ്ഡലത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇപ്പോൾ ചുരുക്കത്തിൽ UDF വരുന്ന പരാജയം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതേ സ്ഥാനാർത്ഥികളെ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഈ ലീഡർഷിപ്പ് റിക്രൂട്ട്മെന്റ് നടക്കണം, അത് നടക്കുന്നില്ല. അത് രണ്ട് പാർട്ടികളിലും പൊതുവെ, രണ്ട് മുന്നണികളിലും വലുതായിട്ടും ഇല്ല. പക്ഷെ താരതമ്യേന ഇടതു മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ കുറച്ച് മെച്ചമാണ് എന്ന് വേണമെങ്കിൽ പറയാം. UDF സ്ഥാനാർത്ഥികൾ കഴിഞ്ഞാണത്തെ ആൾക്കാരെ വീണ്ടും അവതരിപ്പിക്കുകയും, ആലപ്പുഴയിൽ മാത്രം ഒരു പുതു സ്ഥാനാർത്ഥി വന്നു, അദ്ദേഹം പുതിയതാണെന്ന് പറയാൻ പറ്റില്ല, ദേശീയ രാഷ്ട്രീയ സജീവമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്നാലും ആലപ്പുഴയ്ക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ പൊതുവിൽ ഈ LDF അല്ലെങ്കിൽ അനുകൂലമായിട്ട് വരികയും UDF ദോഷം വരികയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം UDF ഫ്രഷ് കാൻഡിഡേറ്റ്സിനെയും ഫ്രഷ് ഫേസസിനെയും കൊണ്ടുവരുന്നില്ല. യൂത്ത് കോൺഗ്രസ്സിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ നല്ലൊരു കാൻഡിഡേറ്റാണ്, സംശയമില്ല. AUCയിലും യൂത്ത് കോൺഗ്രസ്സിലും INTUCയിലും വിമൻസ് ഫ്രണ്ടിലും ഒക്കെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്നില്ല, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല, വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് അവസരം കൊടുക്കുന്നില്ല. അവരെല്ലാം ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ പഴയ ആൾക്കാർ തന്നെ സീനിയേഴ്സ് വീണ്ടും 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 സീറ്റ് കൊണ്ടുപോകുന്ന, അങ്ങനെ വരുമ്പോൾ ഒരു എതിർപ്പുണ്ടാകും. അത് ടാപ്പ് ചെയ്യാൻ LDF ശ്രമിക്കുന്നതാണ് ഈ വ്യത്യാസം കാണുന്നത്. അപ്പോൾ ആലത്തൂർ ഞാൻ വളരെ വിസിബിളായിട്ട് ആ ഒരു സാഹചര്യം എനിക്ക് പൊതുവെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. മാവേലിക്കരയും സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള മികവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. തൃശ്ശൂർ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. അവിടെ മുരളീധരൻ പല പ്രാവശ്യം തോറ്റിട്ടുള്ളതാണ്. മാത്രമല്ല സുനിൽകുമാറിനുള്ള റെപ്യൂട്ടേഷൻ ആ മണ്ഡലത്തിൽ. അപ്പോൾ സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്നുള്ള നിലയിലേക്ക് മത്സരം മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് ചില അഡ്വാൻറ്റേജസ് അങ്ങനെ വരുന്നുണ്ട്. ഇതിനെല്ലാം ഓവർ ആക്ട് ചെയ്യേണ്ടത് UDF ഉത്തരവാദിത്വം വരേണ്ടത് കേന്ദ്രത്തിൽ വരുമ്പോൾ ശക്തമായ പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് നിൽക്കണം. ഇടതുപക്ഷം കൂടി ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും കൂടി കൊണ്ടുപോയാൽ UDF തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതും ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ളൊരു അവസരമായിട്ട്. ഇതിനെല്ലാത്തിനും പുറമെ ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിൽ തനതായിട്ടുള്ളൊരു വ്യക്തിത്വമില്ല, ഇല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി പറയാൻ പറ്റില്ല. അവിടെ കഷ്ടിച്ച്
60 സീറ്റുകൾക്കെല്ലാം അതിനകത്ത് നിന്നുള്ള മത്സരമേ ഉള്ളൂ. അതിൽ എത്രത്തോളം വിജയിക്കാൻ പറ്റുമെന്നുള്ളതും വലിയ പ്രശ്നമാണ്. അതിന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെ പറയണു, നല്ല സീറ്റുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചിഹ്നം തന്നെ മാറിപ്പോകുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നാഷണൽ ലെവലിൽ UDF-ന് കോൺഗ്രസിനുള്ള ഒരു റെലവൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ BJP-യെ ചെറുക്കാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. നാഷണൽ ലെവലിൽ BJP-ക്കുള്ള ഒരു സിഗ്നിഫിക്കൻസ് സ്റ്റേറ്റ് ലെവലിൽ മാക്സിമം കോൺഗ്രസ്സുകാരെ കേരളത്തിൽ നിന്ന് നയിക്കണം എന്നുള്ള വാശി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട സാഹചര്യം തന്നെ അത് തന്നെ ഇത്തവണയും ആവർത്തിക്കാനുള്ള പരിശ്രമം നടത്താനാണ് UDF നോക്കുന്നത്. പക്ഷേ UDF പരാജയപ്പെട്ട ഒരു ഫാക്ടർ അവിടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കാര്യമായ ഒരു സ്വാധീനം ചെലുത്തിയില്ല. വാസ്തവത്തിൽ KPCC പ്രസിഡന്റിന് ഇലക്ഷൻ നിൽക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു ഒരർത്ഥത്തിൽ. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, പിന്നെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് മണ്ഡലം നേരാവണ്ണം നോക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയിൽ വരും. അപ്പോൾ ആവർത്തന വിരസതയും പ്രായാധിക്യവും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പൊതു സ്ഥാനാർത്ഥികളെ നടത്തേണ്ട ഒരു നല്ല അവസരം UDF നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സമ്മിശ്ര വികാരമാണ്, ഇക്കാര്യത്തിൽ മിക്സഡ് ഫീലിംഗ് ആണ്. ആരാണ് ഇക്കാര്യത്തിൽ? അപ്പോൾ UDF-ന് ചില ഫാക്ടേഴ്സ് അനുകൂലമാണെങ്കിൽ LDF-ന് ചില ഫാക്ടേഴ്സ് അനുകൂലമാണ്. ലോക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ലോക്കൽ ഫാക്ടേഴ്സ് പാർലമെന്റ് ഇലക്ഷൻ ആയതുകൊണ്ട് UDF-ന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്.